എൻ്റെ പേര് നീതു. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ NAD എന്ന് പറയുന്ന ഒരു ഇടവകയിലെ അംഗമാണ്. ഞാൻ 2.5 വർഷമായിട്ട് UK-യിലാണ്. ഇന്നലെ വൈകുന്നേരമാണ് UK-യിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയത്. ഈ അൾത്താരയിൽ ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. അമ്മ മാതാവ് ഈശോയോട് ചോദിച്ച് വാങ്ങിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ആരംഭിക്കട്ടെ. ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ ഡോക്ടർ ഡിറ്റക്റ്റ് ചെയ്യുകയും RCCയിൽ 30 റേഡിയേഷൻ ഉൾപ്പെടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ ഒരു ക്രൈസ്തവ ജീവിതത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും ഉടമ്പടിയോ കൃപാസനമോ അത്രത്തോളം ഇഷ്ടമുണ്ടായിരുന്ന ആളായിരുന്നില്ല. എൻ്റെ വിചാരം അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ആളുകൾ ഓടിപ്പോകുന്ന ഒരു സ്ഥലം എന്നായിരുന്നു നേരത്തെ കൃപാസനത്തെക്കുറിച്ചുണ്ടായിരുന്ന എൻ്റെ ഒരു സങ്കല്പം. പക്ഷേ എവിടുന്നോ എൻ്റെ മനസ്സിൽ നീ കൃപാസനത്തിൽ ഒന്ന് പോകണം, സർജറിക്കും പോകുന്നതിന് മുമ്പായിട്ട് കൃപാസനത്തിലേക്ക് ഒന്ന് പോകണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ എവിടുന്നോ വന്നു. അതിൽ പ്രകാരം ഞങ്ങൾ RCCയിലേക്ക് പോകുന്നതിന് വഴി രാത്രിയിൽ ഇവിടെ കയറി ജസ്റ്റ് പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈ ഹസ്ബൻഡിൻ്റെ ഈ ഒരു അസുഖം മാറ്റി റേഡിയേഷനൊന്നും ഇല്ലാതെ ഈ ഒരു സർജറിയിൽ ഹീലിംഗ് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചോളാം എന്നൊരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു പ്രോമിസ് ഞാൻ ഈശോയ്ക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ വലിയൊരു കൃപയുടെ എക്സ്ട്രീം എന്ന് പറയാം. ഈ ഒരു സർജറി RCCയിലൊരു സർജറിക്ക് പോകുന്നറിയാലോ, ക്യാൻസർ പേഷ്യൻസിന് മാത്രമേ നോർമലി അവിടെ ഒരു ഡേറ്റ് കിട്ടുകയുള്ളൂ. പക്ഷേ സർജറി കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞത് ഇത് ക്യാൻസർ അല്ല, ഇതൊരു നോർമൽ ട്യൂമറാണ് എന്ന് ഡോക്ടർ 1 അല്ല 2 അല്ല 3 വട്ടം ഡയഗ്നോസിസ് ചെയ്ത് അങ്ങനെ ഡോക്ടർ സ്ഥിരീകരിച്ചു. ആ സമയത്ത് അദ്ദേഹം UK-യിലേക്ക് പോകാൻ വേണ്ടി വിസ ഒക്കെ കിട്ടി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ആദ്യം ഡോക്ടർ പറഞ്ഞിരുന്നത് എന്താണേലും UK-ക്കൊന്നും പോകാൻ പറ്റില്ല, നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഇവിടെ തന്നെ നിൽക്കുക എന്നായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഇതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റൊക്കെ ഇവിടെ തീർന്നു, നിങ്ങൾക്ക് പോകാം, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഈ അൾത്താരയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കൃപാസനത്തിലേക്ക് ഞങ്ങളെ അടുപ്പിച്ച ഏറ്റവും വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. അപ്പോൾ ഈശോയ്ക്ക് കൊടുത്ത പ്രോമിസ് പ്രകാരം അടുത്ത മാസം തന്നെ 2023 ജനുവരി 7-ാം തീയതി ഞാനിവിടെ വന്ന് ഫസ്റ്റ് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഇന്ന് വരെ ഒരു ദിവസം പോലും ഞാൻ ഉടമ്പടിയിൽ മാറി നിന്നിട്ടില്ല. എല്ലാ ദിവസവും ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 3 മാസം കുടുംബം UK-യിലാണെങ്കിലും ഉടമ്പടി പുതുക്കി ആണ് ജീവിച്ചു പോരുന്നത്. ഇനി എൻ്റെ ഒരു കാര്യത്തിലേക്ക് വന്നാൽ, ഞാനൊരു സോഷ്യൽ വർക്കറാണ് ബേസിക്കലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പം UK-യിൽ വെയിൽസ് എന്ന് പറയുന്ന ഒരു കൺട്രിയുടെ സോഷ്യൽ വർക്ക് രജിസ്ട്രേഷനാണ് ഞാൻ ചെയ്തു വന്നിരുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഞാൻ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പേ ചെയ്തു തുടങ്ങി. അപ്പോൾ അതിൻ്റെ അസസ്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് കിട്ടിയ അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സൂപ്പർവൈസർ, ഒരു സീനിയർ സോഷ്യൽ വർക്കറിൻ്റെ അണ്ടറിൽ നിങ്ങൾ വർക്ക് ചെയ്ത് UK-യുടെ പെർസ്പെക്റ്റീവിലുള്ള എക്സ്പീരിയൻസ്, UK-യുടെ ഒരു സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സീനിയർ സോഷ്യൽ വർക്കറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസസ്മെൻ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ UK-യിലേക്ക് പോയി. ഞാനും പിള്ളേരും പുറകെ പോയി. അവിടെ ചെന്നതിന് ശേഷം പല സോഷ്യൽ വർക്കേഴ്സിനെ, മലയാളികളായിട്ടുള്ളവരും അല്ലാത്തവരും, കൗൺസിലുള്ളവരും NHS-ലുള്ളവരും പല ആൾക്കാരെ ഞാനിങ്ങനെ കോൺടാക്ട് ചെയ്തു, നേരിട്ട് കണ്ടു, മെയിൽ അയച്ചു. അപ്പം എന്നോട് മലയാളികളായിട്ടുള്ള 2-3 പേര് ഒരു വലിയ എമൗണ്ട്, അതായത് ഒരു 3 ലക്ഷം രൂപ, ഒരു 2 ലക്ഷം രൂപയൊക്കെയാണ് ഈ പറയുന്ന സൂപ്പർവൈസറി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചത്. അപ്പം ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു, തമ്പുരാൻ എനിക്ക് ഏറ്റവും നല്ലത് കൊണ്ട് തരും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു പൈസ കൊടുത്ത് പോകാതെ തന്നെ എനിക്ക് ഒരാളെ തരുമെന്ന് ഞാൻ വിശ്വസിച്ച് ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ 10 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വന്ന സമയത്ത് 2025 ജനുവരി മാസം ഞാൻ എയർപോർട്ടിൽ വെളുപ്പിന് 4 മണിക്കാണ് വരുന്നത്. അതിനുശേഷം ഞാൻ നേരെ ഇങ്ങോട്ടാണ് വന്നത്, ഉടമ്പടി പുതുക്കി. അതിനുശേഷം ഞാൻ സാധാരണ പോലെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രിയിൽ വേറൊരു സോഷ്യൽ വർക്കർ പറഞ്ഞിട്ട് എനിക്കൊരു നേപ്പാളി സോഷ്യൽ വർക്കർ എന്നെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുവാണ്, നീതുവിനെ എൻ്റെ അടുത്ത് ചെയ്യാം ഈ പറയുന്ന സൂപ്പർവിഷൻ ഫ്രീ ആയിട്ട്, 3 ലക്ഷം രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് എൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോള് വരികയും അത് വെച്ചിട്ട് ഞാൻ ആ സോഷ്യൽ വർക്കറിൻ്റെ കൂടെ ഈ പറയുന്ന സൂപ്പർവൈസറി പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അതും ശരിക്കും എൻ്റെ ഒരു മെറിറ്റിലോ എൻ്റെ ഒരു ഗ്രേസിലോ എൻ്റെ ഒരു ഇതിലൊന്നും സംഭവിച്ച കാര്യമല്ല. കർത്താവ്
തന്ന അല്ലെങ്കിൽ മാതാവ് ഈശോയോട് വാങ്ങിച്ചു തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു. അത് എത്രത്തോളം ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല, എങ്കിൽ പോലും അസാധ്യമെന്ന് കരുതിയ ആ ഒരു കാര്യത്തെ സാധ്യമാക്കി തന്ന ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആ പ്രോസസ്സ് ചെയ്തു. അതിനുശേഷം ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്നാണ് ഞാനൊരു ഡോക്യുമെൻറ്റേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാനത് അയക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഈശോയോട് സംസാരിക്കുന്ന കൊടുത്ത് ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ഞാൻ ശരിക്കും റൈറ്റ് ആയിട്ടുള്ള ഒരു ഉടമ്പടി പ്രോസസ്സിലാണോ പോകുന്നത്, ഞാൻ ചെയ്യുന്നതൊക്കെ റൈറ്റ് ആണോ? അപ്പം ഈശോ ഇങ്ങനെ അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും ഒത്തിരി നമ്മൾ കേൾക്കാറുണ്ട്, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ മാതാവിൻ്റെ സുഗന്ധം കിട്ടുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ചോദിക്കാറുണ്ട്, ഞാൻ റൈറ്റ് ആണോ? അപ്പം ഡേറ്റുകളൊക്കെ ചില ആൾക്കാർക്ക് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടാറുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, എൻ്റെ ഈ ഒരു രജിസ്ട്രേഷൻ ഗ്രാൻറ്റഡ് ആവുന്നത് മാതാവിൻ്റെ ബർത്ത്ഡേ, അതായത് സെപ്റ്റംബർ 8 മുമ്പായിരിക്കണേ എന്ന് ഞാനിങ്ങനെ തന്നെ ഇങ്ങനെ ഈശോയോട് പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു. ഞാനിങ്ങനെ ഒരു ഡേറ്റ് വെച്ചു. അപ്പം അങ്ങനെ 8 നോയമ്പൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു ഒരുങ്ങി. സെപ്റ്റംബർ 8 അന്ന് ഒരു 4 മണി, 2 മണി, 3 മണി. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ട്, അപ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് ഈശോയും മാതാവും പ്രവർത്തിക്കുമെന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് 5 മണി വരെയാണ് നോർമൽ UK ഓഫീസ് ടൈം എന്ന് പറയുന്നത്. 5:20 എനിക്കൊരു മെയിൽ വന്നു, ഈ പറയുന്ന രജിസ്ട്രേഷൻ ഗ്രാൻറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നു. ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈശോയുടെ മാതാവിൻ്റെ ഇടപെടൽ മൂലം സംഭവിച്ച അടുത്ത ഒരു വലിയ അനുഗ്രഹം. അടുത്ത ഒരു കടമ്പ എന്ന് പറയുന്നത്, സോഷ്യൽ വർക്കേഴ്സിന് UK ഡ്രൈവിംഗ് ലൈസൻസ് മസ്റ്റാണ്. ഞാനൊരു നല്ല ഡ്രൈവറൊന്നുമല്ല. ഞാൻ നാട്ടിൽ വെച്ച് ഡ്രൈവിങ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അത്രയും എനിക്ക് പേടിയുള്ള ആളാണ്. റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ, വണ്ടി കാണുമ്പോൾ തന്നെ പേടിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ UK പോലുള്ളൊരു രാജ്യത്ത് വണ്ടി ഓടിക്കുക, പാസ്സാവുക, ലൈസൻസ് കിട്ടുക എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് അതൊക്കെ ഭയങ്കര അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റ് എടുത്തു, അന്ന് ഞാൻ ഫെയിലായി. രണ്ടാമത്തെ അറ്റംപ്റ്റ് ഇതുപോലെ ഡേറ്റ് എനിക്ക് കിട്ടിയത് ഡിസംബർ 8 മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന്. ഞാൻ സെലക്ട് ചെയ്ത ഡേറ്റ് അല്ല, എനിക്ക് ഇങ്ങനെ ആപ്പിൽ കൂടെ ഇങ്ങനെ വന്ന ഒരു ഡേറ്റാണ്. അപ്പോൾ അന്ന് എന്നോട് എൻ്റെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ പറഞ്ഞു, നീ എന്താണെങ്കിലും പാസ്സാവത്തില്ല, നീ വെറുതെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്തോ, കാരണം നിനക്ക് ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. കാരണം മാനസികമായിട്ട് ചിന്തിച്ചാൽ ഞാൻ ഭയങ്കര സീറോയിൽ നിൽക്കുന്നൊരു സമയമാണ്. എനിക്ക് ഈ റൗണ്ട് അബൌട്ട് കാണുമ്പോൾ പേടി, വണ്ടി കാണുമ്പോൾ പേടി, ഇങ്ങനെ കുറേ പേടികളുള്ള ഒരാളാണ്. ബേസിക്കലി കുറേ പേടികളുണ്ടായിരുന്ന ഒരാളാണ്. ആ പേടികളെയൊക്കെ തമ്പുരാൻ മാറ്റിയെടുത്തതാണ് വൺ ബൈ വൺ ആയിട്ട്. അപ്പം ഞാൻ ഡിസംബർ 8 ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ ഒറ്റ ഒരു ലേഡി എക്സാമിനറേ ഉള്ളൂ ഞങ്ങളുടെ ആ ഒരു സ്ഥലത്ത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ്, ഇന്ന് മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളാണ്, അപ്പം എനിക്ക് വരുന്ന എക്സാമിനർ ആ ലേഡി എക്സാമിനർ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കും ഇത് മാതാവ് എൻ്റെ കൂടത്തിൽ വരുന്നതാണ് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ ഉടമ്പടി ഉപ്പും തൈലവും അതുപോലെ ഉടമ്പടി കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. അങ്ങനെ ഈ തൈലമൊക്കെ കുരിശൊക്കെ വരച്ച് ഉപ്പൊക്കെ ഇട്ടാണ് കാറിൽ റെഡിയായിട്ട് ഞാൻ എക്സാമിന് റെഡിയായിട്ട് വന്നത്. അപ്പം ഞാൻ നോക്കിയപ്പം കറക്റ്റ് കാണാനും മാതാവിനെ പോലെ സുന്ദരിയായിട്ടുള്ള ഒരു ഒരു ബ്രിട്ടീഷുകാരി ലേഡിയാണ്. ശരിക്കും കാണാൻ മാതാവിനെ പോലെ തന്നെ. പുള്ളിക്കാരിയാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഇവർ സാധാരണ എക്സാമിനേഴ്സ് ചിരിക്കത്തില്ല, ഇവർ സംസാരിക്കത്തില്ല, ഇവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഉള്ളതും കൂടെ മറന്നു പോകും. അങ്ങനെയാണ് നോർമലി. പക്ഷേ ഈ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ആദ്യം മുതൽ അവസാനം വരെ ശരിക്കും ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ചിരിച്ചോണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല, എനിക്ക് 2 റോഡിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു തരുവാണ്, ഇത് 20 അല്ല കേട്ടോ, 30 ആണ്, അതായത് 50 അല്ല കേട്ടോ, ഇത് 60 ആണ്. ഇങ്ങനൊന്നും ഇപ്പോൾ UK ഉള്ളവർക്കറിയാം, ഇങ്ങനൊന്നും ആരും ഓരോ എക്സാമിനേഴ്സും പറഞ്ഞു കൊടുക്കത്തില്ല. പക്ഷേ എനിക്ക് ആ ഒരു പ്രോസസ്സ്, അല്ല എൻ്റെ ഒരു ഡ്രൈവിങ് ആ ഒരു 45 മിനിറ്റ്സാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലെത്തി നമ്മുടെ കൂടെ ഈശോയും മാതാവും കൂടത്തിൽ നടന്ന് പോകുന്ന ഒരു ട്രാവൽ ചെയ്യുന്ന അത്രയ്ക്കും ഒരു ഭയങ്കര ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പാസ്സായി, അത് ദൈവാനുഗ്രഹം. പക്ഷേ പാസ്സായി എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രൈവിംഗ് ഒരു ടെസ്റ്റ് പാസ്സായത്. അപ്പം ഞാനിത് ഒത്തിരി പേരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. മാതാവ് വന്ന കാര്യം, അല്ല എനിക്ക് കിട്ടിയ ഒരു ഫീലൊക്കെ ഞാൻ എൻ്റെ ഇടവകയിലും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ അത് ഈശോനെയും മാതാവിനെയും കുറിച്ച് പറയാൻ കിട്ടിയ ഒരു വലിയ അവസരമായിട്ട് കണ്ട് ഞാൻ അതിനെക്കുറിച്ച് 1 by 1 ആയിട്ട് ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്തു. ഇതാണ് അടുത്ത ഒരു വലിയ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഇനി അടുത്തൊരു കാര്യങ്ങൾ വരുവാണെങ്കിൽ, അടുത്തൊരു ജോലിയാണ്. ഒരു സോഷ്യൽ വർക്കറായിട്ട് ഒരു
UK പോലുള്ളൊരു കൺട്രിയിൽ ജോലി കിട്ടുക എന്ന് പറയുമ്പം അതൊട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു 1 hour ഇൻ്റർവ്യൂ ആണ്. കൂടുതലും ബ്രിട്ടീഷുകാരുടെ ടീമുകളാണ് നമ്മുടെ അടുത്തേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തു. എനിക്ക് കുറേ ഇൻ്റർവ്യൂസ് കിട്ടിത്തുടങ്ങി. അപ്പോൾ എല്ലാ ഇൻ്റർവ്യൂവിനും ഞാൻ പോകുമ്പോൾ ഇതുപോലെ തന്നെ ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും ഉടമ്പടി വസ്തുക്കളൊക്കെ എൻ്റെ കയ്യിലുണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇൻ്റർവ്യൂവിൽ എൻ്റെ വിചാരം ഈ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ക്വാളിറ്റി എനിക്കില്ല, അതിനുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല, അതിനുള്ള കഴിവ് എനിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും നമ്മൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, മാതാവ് ഈശോയുടെ അടുത്ത് ഒത്തിരി പറഞ്ഞ അത്ഭുതങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കാര്യത്തിലും ചെയ്തുകൂടെ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എല്ലാ ഇൻ്റർവ്യൂവിലും പാസ്സാകുമെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കും. അപ്പോൾ എൻ്റെ പിള്ളേർ ചെറിയ പിള്ളേരാണെങ്കിൽ പോലും അവർ ഈ സാക്ഷ്യങ്ങൾ രാത്രി ഫുള്ള് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എന്നാ പറയുക, വെളുക്കും വരെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഓണായിരിക്കും. അപ്പോൾ ഈ പിള്ളേർ സാക്ഷ്യങ്ങൾ കേട്ടോണ്ടാണ് എപ്പോഴും ഉറങ്ങുന്നത്. അപ്പം ഇവരുടെ വിചാരം ഇതുപോലുള്ള അത്ഭുതം അമ്മയുടെ കാര്യത്തിലും നടക്കും. അമ്മ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, അപ്പം തന്നെ അമ്മേനെ ഈശോ പാസ്സാക്കും. അങ്ങനെയാണ് പിള്ളേർ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നോട് പറയും, നിനക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നിൻ്റെ ഈശോ തരുവുള്ളൂ, അപ്പം നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. അപ്പം ഈശോയും മാതാവും പല സമയത്തും എൻ്റെ ഭർത്താവിൻ്റെ രൂപത്തിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാവും, എപ്പോഴാണ് ഇത് കിട്ടുന്നത്, എപ്പോഴാണ് ജോലി കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ 12-13 ഇൻ്റർവ്യൂ ഞാനിങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പോലും ഞാൻ ഉടമ്പടി തോറ്റിട്ടും ഉടമ്പടിയിലോ എൻ്റെ നോർമലി ഉള്ള സ്പിരിച്വൽ ലൈഫിലൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ അതിനകത്തൊന്നൊരു കുറവുകൾ വരുത്തിയില്ല. കാരണം ഈശോ ബെസ്റ്റായിട്ടുള്ളത് തരും എന്നുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ വെയിൽസ് എന്ന് പറയുന്ന ഒരു UK തന്നെ, ഇംഗ്ലണ്ടല്ല വെയിൽസിലാണ് എൻ്റെ രജിസ്ട്രേഷൻ. ഞങ്ങൾ ഉണ്ടായിരുന്നത് UK ഇംഗ്ലണ്ടിലാണ്. അപ്പം ഞങ്ങൾ വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം. മൂവ് ചെയ്യുന്ന വെച്ചാൽ 5 മണിക്കൂർ യാത്രയുണ്ട് ഈ പറയുന്ന വെയിൽസിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ നിന്നുകൊണ്ട് വെയിൽസിൽ ജോലി ചെയ്യാൻ പറ്റില്ല. വെയിൽസിലേക്ക് നമ്മൾ മാറണം, ഫാമിലിയായിട്ട് മൂവ് ചെയ്യണം. അപ്പം എന്നോടിങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ടിരുന്നു, നീ വെയിൽസിലേക്ക് മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ തീരുമാനിക്കുക, കാരണം നീ ഇപ്പോൾ ഇവിടുന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജോലി എനിക്കുണ്ട്, അതിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ വെയിൽസിലേക്ക് മാറുക എന്ന് പറഞ്ഞിങ്ങനെ എന്നോടിങ്ങനെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യുവാണ്. വെയിൽസിലേക്ക് ഈ അക്കാഡമിക് ഇയർ ഇപ്പോൾ തീരും, അക്കാഡമിക് ഇയർ കഴിയുമ്പം ഞാനും കുട്ടികളും കൂടെ വെയിൽസിലേക്ക് മാറുവാണ് എന്ന് തീരുമാനിച്ചു. അപ്പോഴും ഒത്തിരി ചോദ്യങ്ങളുണ്ട്. വെയിൽസിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഏത് സ്ഥലത്തേക്ക് പോവും, എവിടെ ജോലി കണ്ടുപിടിക്കും, അല്ലെങ്കിൽ എവിടെ വീട് കണ്ടുപിടിക്കും, എങ്ങനെ പിള്ളേരുടെ കാര്യങ്ങൾ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ മാർക്കുള്ള ഒരു ടൈമായിരുന്നു ഈ പറയുന്ന ജൂൺ ജൂലൈ മാസങ്ങൾ. ആ സമയത്ത് ഞാൻ തന്നെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചായിരിക്കും ഞാൻ പർട്ടിക്കുലർ കാർഡിഫ് എന്ന് പറയുന്ന വെയിൽസിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറുവാണ് എന്ന് തീരുമാനിച്ചു. ജോലിയായിട്ടില്ല, ഒരു ജോലിക്ക് പോലും എന്നെ ഇൻ്റർവ്യൂ വിളിച്ചിട്ടില്ല, പക്ഷേ തീരുമാനം എടുത്തു, അങ്ങോട്ടേക്ക് മാറുവാണ്. അപ്പം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒഴികെ ബാക്കി എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. ഒരു നല്ല ജോലിയുള്ളത് റിസൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്, എങ്ങനെ നീ തന്നെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, അതുപോലെ തന്നെ എങ്ങനെ നീ വീട് കണ്ടുപിടിക്കും, എങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ടായി. കാരണം എന്നെ കളിയാക്കിയ ഒത്തിരി പേരുണ്ട്. നീ ഇത്രയും ഉടമ്പടിയിൽ ജീവിച്ചിട്ട്, നീ എന്നും പള്ളിയിൽ പോയിട്ട്, നിൻ്റെ കാര്യത്തിൽ എന്താ ഒന്നും നടക്കാത്തെ, എന്താണെന്ന് ഒത്തിരി പേര് നേരിട്ടും അല്ലാതെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഈ ജോലിയൊന്നും കിട്ടാൻ പോകുന്ന കേസൊന്നുമല്ല, മണ്ടത്തരം കാണിക്കാതെ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക എന്ന് പറഞ്ഞ് പലരും ഫോണിലും അല്ലാതെയൊക്കെ പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന കർത്താവ് റൈറ്റ് ആയിട്ടുള്ളത് റൈറ്റ് ടൈമിൽ തരും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ, അല്ലെ ഉടമ്പടിയിൽ ജീവിക്കുന്നത് കൊണ്ട് നമുക്കൊന്നിനും ഒരു കുറവുണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒറ്റ വിശ്വാസത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ സമയത്ത് എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇൻ്റർവ്യൂ ഇല്ലെങ്കിലും ജോലി ഇല്ലെങ്കിലും ഒരു വീട് വേണം, ആ വീട്ടിലേക്ക് വേണം മൂവ് ചെയ്യാൻ. ഈ 6 മണിക്കൂർ ദൂരത്തിലാണ് ഇംഗ്ലണ്ട്. അപ്പം ഈ കാർഡിഫ് എന്ന് പറഞ്ഞ സ്ഥലം ഒരു 5.5-6 മണിക്കൂർ അകലെയാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരു വീട് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും, ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ആ സമയത്ത് ഞാൻ ആകെ 2-3 തവണ മാത്രം വിളിച്ചിട്ടുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കർ, ഒരു മെൻറ്റർ പോലെയുള്ള ഒരു ചേട്ടൻ, ഞാൻ അദ്ദേഹത്തെ ചുമ്മാ ഒന്ന് ഫോൺ വിളിച്ചു എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ മാറാൻ തീരുമാനിച്ചിരിക്കുവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പുള്ളി ഫസ്റ്റ് പറഞ്ഞൊരു ഇതാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീട് ഇവിടെ കൊടുക്കാനുണ്ട്, വലിയ വീടാണ്, ഫർണിഷ്ഡ് വീടാണ്, വീടിൻ്റെ അടുത്ത് കാത്തലിക് സ്കൂളുകളുണ്ട്, വീടിൻ്റെ അടുത്ത് പള്ളിയുണ്ട്, നല്ല ഏരിയ ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ എന്നോടിങ്ങനെ പറഞ്ഞു. അപ്പം തന്നെ ആൾ എനിക്ക് ഈ വീടിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ അയച്ചു തന്നു.
അപ്പോൾ 2-3 ആഴ്ച എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കൺഫ്യൂഷൻസും വിഷമങ്ങളും ഒക്കെ ഈ ഒരൊറ്റ വീടിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെ നിന്നല്ലാത്തൊരു പീസ് ഓഫ് മൈൻഡ് എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ തന്നെ എനിക്ക് കൂടുതൽ ചോദ്യങ്ങളോ കൂടുതൽ അന്വേഷണങ്ങളോ കൂടുതൽ വീട്ടിലേക്ക് നോട്ടോ ഒന്നും ഉണ്ടായില്ല. ഈ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഈ ഒരു വീട് കണ്ടപ്പോൾ തീരുമാനിച്ചു, ഇത് ഈശോ എനിക്ക് വേണ്ടി തന്ന വീടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് താമസിക്കാൻ തന്ന വീടാണ്. ഞാൻ നോക്കിയപ്പോൾ വീടിൻ്റെ നമ്പർ 73. അപ്പോഴും ഒരു 7 ഉണ്ട്, മാതാവിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്, അല്ലെങ്കിൽ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്ന ഒരു വീടാണ് എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ഞങ്ങൾ വീടിൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോയി. അതിനുശേഷം എനിക്ക് വീണ്ടും ഇൻ്റർവ്യൂ വന്നു. ഈ പറയുന്ന ഒരു അസിസ്റ്റൻറ്റ് സോഷ്യൽ വർക്കറിൻ്റെ ഒരു പോസ്റ്റിൽ ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ അതിൻ്റെ ഫീഡ്ബാക്ക് വന്നപ്പോൾ അവർ പറഞ്ഞ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റിനെ കിട്ടി എന്ന് പറഞ്ഞ ഒരു ഫീഡ്ബാക്ക് വന്നു. ആ സമയത്ത് രാത്രി എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, ഒരു അസിസ്റ്റൻറ്റ് സോഷ്യൽ വർക്കർ ആകാൻ പോലും ഉള്ളൊരു കപ്പാസിറ്റി എൻ്റെ ഈശോയെ എനിക്കില്ല, ഞാൻ അത്രയ്ക്കും സീറോയിലാണല്ലോ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് ഇങ്ങനെ ഷെയർ ചെയ്യും. അപ്പം പുള്ളി വീണ്ടും പറയുന്നുണ്ട്, നീ എന്തിനാ വിഷമിക്കുന്നത്, ഈശോ നിനക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതല്ലേ തരുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ വിശ്വസിച്ചു. വീണ്ടും അടുത്ത ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങി 1 മണിക്കൂറിനുള്ളിൽ എന്നെ വിളിച്ചു. അത് എക്സ്പീരിയൻസ് വേണ്ട ഒരു റോളായിരുന്നു. ബ്രിട്ടീഷുകാർ മാത്രമുള്ളൊരു ടീമായിരുന്നു. എനിക്ക് അത്രയും മെറിറ്റ് ഇല്ലായിരുന്നിട്ടും അത്രയും കഴിവില്ലാഞ്ഞിട്ടും എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞിട്ടും കർത്താവ് എനിക്ക് ആ ഒരു റോള്, ഈ പറയുന്ന സോഷ്യൽ വർക്കറിൻ്റെ ബാൻഡ് 7-ലുള്ള ഒരു നല്ല ജോലി ഈശോ എനിക്ക് തന്നു. അതിൻ്റെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, ഈ പറയുന്ന വീടിൻ്റെ അടുത്തുനിന്ന് 15 മിനിറ്റ് ദൂരത്തിലാണ് ഈ പറയുന്ന ജോലി ചെയ്യുന്ന ഓഫീസ്. അപ്പം ഈശോ ആദ്യം വീട് ഒരുക്കി, അതിനുശേഷം കഴിവില്ലാഞ്ഞിട്ടും മെറിറ്റില്ലാഞ്ഞിട്ടും എനിക്ക് ആ ഒരു ജോലി ഒരുക്കി തമ്പുരാൻ തന്നു. അപ്പോൾ ഇപ്പം ഞാനിവിടുന്ന് പോയി ചെല്ലുന്ന സമയത്ത് എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ഈശോയോട് മേടിച്ച് തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകളെ റെഗുലറായിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ അവിടെ ഇങ്ങനെ ഫുഡ് ബാങ്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ബാങ്കിൽ ഫുഡൊക്കെ വാങ്ങിച്ച് എല്ലാ ആഴ്ചയിലും തന്നെ അവിടെ കൊടുക്കാറുണ്ട്. പിന്നെ ആഴ്ച 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. ഒരു ബ്രിട്ടീഷ് അച്ഛനാണ്. അച്ഛൻ്റെ അടുത്ത് റെഗുലറായിട്ട് സെയിം അച്ഛൻ്റെ അടുത്ത് തന്നെ കഴിഞ്ഞ 2.5 വർഷമായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനുള്ളൊരു ഗ്രേസ് ഈശോ തരുന്നുണ്ട്. ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടങ്ങാതെ ഫിസിക്കലി പോകാൻ പറ്റുമ്പോൾ എല്ലാം ഫിസിക്കലി പോകും. ഫിസിക്കലി പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഓൺലൈനായിട്ട് കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. ധ്യാനം ഒരു ധ്യാനം പോലും മിസ്സാവാതെ ധ്യാനം കൂടാറുണ്ട്. പത്രം ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രമാണ് കൊണ്ടുപോകുന്നത്. ഫ്രണ്ട്സ് വരുമ്പോഴും അല്ലെങ്കിൽ ഇവിടുന്ന് സാധനങ്ങൾ അയക്കുന്ന സമയത്തൊക്കെ പത്രം അതിൻ്റെ കൂടെ തരും. അപ്പോൾ അവിടെയുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയിലാണ് പത്രം നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ പിള്ളേർക്കാണെങ്കിലും അസുഖങ്ങൾ വന്നാലും എന്ത് ചെറിയ ബുദ്ധിമുട്ട് വന്നാലും അപ്പം തന്നെ ഉടമ്പടി വസ്തുക്കൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രോഗപീഠകളിൽ നിന്നും മറ്റുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ തമ്പുരാൻ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഈശോടൊപ്പം ട്രാവൽ ചെയ്യാനായിട്ട് അനുഗ്രഹിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി.